السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه. ഏറ്റവും സ്നേഹബഹുമാന ആദരവ് നിറഞ്ഞ മുഅ്മിനാത്തുകൾ, നമ്മുടെ കേൾക്കലും പറയലുമെല്ലാം ഒരു സ്വാലിഹായ അമലായി അല്ലാഹു തആല സ്വീകരിക്കുമാറാവട്ടെ. നാം എല്ലാവരും കുടുംബമായി ജീവിക്കുന്നവരാണല്ലോ. കൂടുമ്പോൾ ഇമ്പമുണ്ടാവുന്നതാണ് കുടുംബം, കൂടുമ്പോൾ ഭൂകമ്പമുണ്ടാവുന്നതല്ലല്ലോ കുടുംബം. അതിന് ഭർത്താക്കന്മാരായ നമ്മളും ഭാര്യമാരായ അവരും ചില കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. രണ്ട് പേരെയും ട്രീറ്റ് ചെയ്യേണ്ടത് രണ്ട് നിലക്കാണ്. ഒരു പുരുഷനെ സംബന്ധിച്ചിടത്തോളം അവനെ ട്രീറ്റ് ചെയ്യേണ്ടത് സാമ്പത്തികമായിട്ടാണ്. അവൾക്ക് കിട്ടുന്ന പൈസകളൊക്കെ ഒരുമിച്ച് കൂട്ടി ഒരു ബുദ്ധിമുട്ട് വരുന്ന സമയത്ത് റബ്ബേ ഒരു കുറച്ച് സംഖ്യ കിട്ടിയിരുന്നെങ്കിൽ എന്ന് ആശങ്കപ്പെടുന്ന സമയത്ത്, ഇക്ക നിങ്ങൾ ബേജാറാവണ്ട, എൻ്റെ അടുത്ത് കുറച്ച് പൈസ ഉണ്ട്, നിങ്ങളിപ്പോൾ ഇതെടുത്ത് ഉപയോഗിക്കും, ഞാൻ മറ്റൊരു ആവശ്യത്തിന് വേണ്ടി വെച്ചതാണ്, നിങ്ങളുടെ ആവശ്യം നടക്കട്ടെ എന്ന് പറയുമ്പോൾ അവനക്കുണ്ടാകുന്നൊരു മാനസിക സന്തോഷമുണ്ട്. അത് മനസ്സിലാക്കി ഭാര്യമാർ കഴിയുന്നതുപോലൊക്കെ സംഭരിച്ച് വെച്ച് ആവശ്യ സമയങ്ങളൊക്കെ അവരങ്ങനെ സഹായിക്കുകയാണെങ്കിൽ അത് നിങ്ങൾക്ക് സ്നേഹം വർദ്ധിക്കാനും നല്ല കരുതൽ കിട്ടാനും കാരണമാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. മറ്റൊന്നുള്ളത് ഭർത്താക്കന്മാർ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഒരു നയാ പൈസ കൂലിയില്ലാതെ ശമ്പളമില്ലാതെ രാവിലെ നമ്മളെക്കാൾ മുന്നേ ഒരു പക്ഷെ എഴുന്നേറ്റ് വീട്ടിലുള്ള എല്ലാ പണികളും ചെയ്ത് നമ്മൾ പറയും ഹൗസ് വൈഫാണ്, ഒരു പണിയുമില്ല. അതേപോലെ പ്രസവമാണ്, സുഖപ്രസവമാണ്, കുഴപ്പമില്ല. അതൊന്നും അവരുടെ മുന്നിൽ വെച്ച് പറയാൻ നമുക്ക് എങ്ങനെ ധൈര്യം വരുന്നു എന്നുള്ളതാണ്. കാരണം ഒരു വീട്ടിലെ പണി എന്നൊക്കെ പറഞ്ഞാൽ നമ്മളൊന്ന് കൂടി കൊടുത്തു നോക്കണം, അപ്പോഴാണ് നമുക്കറിയാം. അവരൊന്ന് പനിച്ചിട്ടോ മറ്റോ ഒക്കെ ഒന്ന് പണി ചെയ്യാൻ പറ്റാതാകുമ്പോൾ നമ്മളാ സ്ഥലം വന്ന് കയറി ജോലി ചെയ്യുമ്പോഴാണ് അതിൻ്റെ ഭാരം നമുക്കറിയാൻ കഴിയുന്നുണ്ട്. അത്രക്കും ത്യാഗം അവർ സഹിക്കുന്നുണ്ട്. അപ്പോൾ അവർക്ക് വേണ്ടത് ഒരു സപ്പോർട്ടാണ്. നല്ല കറിയും ഭക്ഷണങ്ങളൊക്കെ പാകം ചെയ്ത് നമ്മളെ മുന്നിൽ വെച്ച് കൊണ്ടുവരുമ്പോൾ, ഇന്ന് ആരാ ഭക്ഷണം ഉണ്ടാക്കിയത്, വളരെ നന്നായിട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞാൽ നമുക്ക് അടുത്ത പ്രാവശ്യം അതിനേക്കാൾ നല്ല ഭക്ഷണം ഉണ്ടാക്കിത്തരാൻ അവർ തയ്യാറാണ്. അവർക്കതിന് സാധിക്കും. അവർക്കങ്ങനെ ഒരു മാനസിക സപ്പോർട്ട് കിട്ടുകയാണെങ്കിൽ കഴിവിൻ്റെ പരമാവധി അവർ അതിലുള്ള ശ്രമങ്ങൾ നടത്തും. നമ്മൾ പലപ്പോഴും സംഭവിക്കാറ്, എന്തെങ്കിലും ഒരു മുടി കിട്ടുമ്പോഴത്തേക്ക് രാത്രി കിടന്നുറങ്ങുമ്പോൾ ഒരു കുഴപ്പമില്ലാത്ത ആൾ രാവിലെ എഴുന്നേറ്റ് ഭക്ഷണത്തിൽ മറ്റൊരു മുടി കണ്ടാൽ വലിയ ഭൂകമ്പം ഉണ്ടാക്കുന്നവർ, അവരൊക്കെ ത്യാഗം സഹിച്ച് വളരെ പ്രയാസപ്പെട്ടിട്ട് ചെയ്യുന്നതല്ലേ. അപ്പോൾ അതൊക്കെ മനസ്സിലാക്കി അവരുടെ ഭാഗത്തു നിന്ന് ചിന്തിക്കുമ്പോൾ നമുക്കതൊക്കെ വളരെ നിസ്സാരമായിട്ട് പരിഹരിക്കപ്പെടാവുന്ന പ്രശ്നങ്ങളെ ഉണ്ടാവുകയുള്ളൂ. അങ്ങനെ കുടുംബം വളരെ സന്തോഷത്തോടെ റാഹത്തോടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോവേണ്ടതുണ്ട്. പിന്നെ ഭർത്താക്കന്മാർക്ക് ചില ചുമതലകളുണ്ട്. തൻ്റെ ഭാര്യ ഇസ്ലാമികപരമായിട്ടാണ് നടക്കേണ്ടത്. അവളുടെ ഔറത്തും വെളിവാക്കി നടക്കുന്നുണ്ടെങ്കിൽ അതിന് പരിപൂർണമായിട്ടും ഉത്തരം പറയേണ്ടത് കുല്ലുക്കും റായ് ഒ കുല്ലുക്കും മസ്ഊൽ. അതുകൊണ്ട് തന്നെ ഭർത്താവ് അവിടുത്തെ യജമാനനാണ്, അതുകൊണ്ട് ചോദിക്കപ്പെടും. അതുകൊണ്ട് തൻ്റെ ഉത്തരവാദിത്വത്തിലുള്ള തൻ്റെ ഭാര്യയെ ഇസ്ലാമികപരമായിട്ട് പരിപൂർണമായിട്ടും ഔറത്ത് മറച്ചിട്ടേ കൊണ്ടു നടക്കാവൂ എന്നുള്ളൊരു നിർബന്ധ ബുദ്ധി നമുക്കുണ്ടാവുകയും നല്ല രീതിയിൽ അവരോട് ഉപദേശിച്ചാൽ, അവർക്കതിൻ്റെ കാര്യഗൗരവങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്താൽ ഒരുവിധം ആളുകളൊക്കെ ശരിയാവാൻ സാധ്യതകളുണ്ട്. അപ്പോൾ ഇൻഷാ അല്ലാഹ് അങ്ങനെ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ജീവിക്കാൻ നമുക്കൊക്കെ അള്ളാഹു താല തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. നമ്മുടെ കുടുംബജീവിതം അള്ളാഹു താല സന്തോഷത്തിലും റാഹത്തിലുമാക്കട്ടെ. നമ്മൾ ചില സമയങ്ങളൊക്കെ ഭർത്താവായാലും ഭാര്യയായാലും ഇടയ്ക്കൊക്കെ ഒന്ന് ഒറ്റയ്ക്കിരുന്ന് ഒരു 5 മിനിറ്റ് അവർ മരിച്ചു കിടക്കുന്നതെന്ന് ഒന്ന് ഓർത്തു പോയാൽ നമുക്ക് ആ സങ്കടം
ആ വിഷമം മനസ്സിലാക്കി പിന്നീടുണ്ടാകുന്ന നിമിഷങ്ങളൊക്കെ സന്തോഷകരമാവാൻ വേണ്ടി നമ്മൾ പരിശ്രമിക്കും. അങ്ങനെയൊക്കെ ഒരു തരം ടെക്നിക്സൊക്കെ ഉപയോഗിച്ച് നമ്മുടെ മാനസികമായിട്ട് പക്വതയാർജിച്ച് നല്ല രീതിയിൽ കുടുംബം മുന്നോട്ട് പോകാൻ അള്ളാഹു താല തൗഫീഖ് നൽകട്ടെ. അതിനുള്ള സകല പ്രവർത്തനങ്ങളും നമ്മുടെ ഭാഗത്തുനിന്നുണ്ടാവാൻ അള്ളാഹു താല തൗഫീഖ് നൽകട്ടെ. കുടുംബം ഭിന്നിച്ച് നിൽക്കുന്നവരുണ്ട്, അവരൊക്കെ എത്രമാത്രം പ്രയാസപ്പെടുന്നു എന്നറിയാൻ, അവരുടെ മക്കൾ എത്രമാത്രം പ്രയാസപ്പെടുന്നു. ഒരു വേള മറ്റെന്തൊക്കെയോ പറഞ്ഞു പോയി, അങ്ങനെ ഭിന്നിച്ചു പോയി, പിന്നൊന്ന് ഒന്നിക്കാൻ ഏച്ചു കെട്ടിയാൽ മുഴച്ചിരിക്കുമെന്നാണല്ലോ. അപ്പോൾ അതുകൊണ്ട് കുടുംബമാവുമ്പോൾ, ചട്ടിയാവുമ്പോൾ തട്ടിയും മുട്ടിയൊക്കെ ഇരിക്കുമ്പോൾ, കുടുംബമാവുമ്പോൾ ചില സൗന്ദര്യ പിണക്കങ്ങളൊക്കെ ഉണ്ടാവും, സ്വാഭാവികമാണ്. അത് ഊതി വീർപ്പിച്ച് വലിയ ആനക്കാര്യമാക്കി എടുക്കാതെ, ഇത് ജീവിതമാണ്, വളരെ നൈമിഷികമായ സമയത്തിനുള്ളിൽ വളരെ കുറഞ്ഞ കൊല്ലം മാത്രമാണ് നമ്മൾ ഈ ഭൂമി ലോകത്ത് ജീവിക്കുന്നത്. ഈ സഹധർമ്മിണി നാളെ പാരത്രിക ലോകത്ത് സ്വർഗത്തിലും നമുക്ക് തുണയാവേണ്ടവളാണ്. അവളാണ് നമ്മുടെ കൂട്ടുകാരി. അത് മനസ്സിലാക്കി ഇതെൻ്റെ സ്വർഗത്തിലേക്കുള്ള അമാനത്താണെന്ന് പുരുഷനും സ്ത്രീയും അഥവാ ഭാര്യയും ഭർത്താവും മനസ്സിലാക്കി നാളെ സ്വർഗത്തിലേക്കുള്ള കൂട്ടുകാരാണ്. ഈ ദുനിയാവ് കൊണ്ട് ഇത് അവസാനിക്കുന്നില്ല എന്ന് മനസ്സിലാക്കി നമ്മുടെ എല്ലാ സ്വഭാവ വൈകല്യങ്ങളും അള്ളാഹു തആല തീർത്ത് നല്ല രീതിയിൽ തന്നെ നമ്മളെ തിരിച്ചേൽപ്പിക്കും ഇൻഷാ അല്ലാഹ്. അതുകൊണ്ട് തന്നെ സ്വർഗത്തിലൊക്കെ ഒരുമിക്കാൻ നമുക്കൊക്കെ അള്ളാഹു തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. നിങ്ങളുടെ പ്രാർത്ഥനകൾ ഉൾപ്പെടുത്തണമെന്ന് ദുആ വസിയത്തോടെ നിർത്തുന്നു. വാഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.